and welcome back to Vinny's Educare. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഫ്ലെമിംഗോ ടെക്സ്റ്റ് ബുക്കിൻ്റെ സെക്കൻഡ് പോമായ ആൻ എലിമെൻ്ററി സ്കൂൾ ക്ലാസ് റൂം ഇൻ എ സ്ലം എന്നുള്ള പോമായിട്ടാണ്. ഇത് എഴുതിയിരിക്കുന്നത് സ്റ്റീഫൻ സ്പെൻഡറാണ്. അദ്ദേഹം 1964 എഴുതിയിരിക്കുന്ന ഒരു പോമാണിത്. ഇവിടെ സ്ലമ്മിനെ പറ്റി ആൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് പോലും സ്ലം ഏരിയാസ് ഉണ്ട്, വെയർ people are living a very unhygienic and very poor life. ഓക്കെ, നമുക്ക് സ്ലം എന്ന് പറയുമ്പം, അറ്റ്ലീസ്റ്റ് എനിക്ക് സ്ലം എന്ന് പറയുമ്പം ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് നമ്മുടെ മുംബൈയിലെ ധാരാവി എന്ന് പറയുന്ന സ്ലം ഏരിയ ആണ്. ഓക്കെ, നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്യുമ്പോൾ വി ക്യാൻ ഡെഫിനറ്റ്ലി റിലേറ്റ് ദിസ് പോം ടു ദാറ്റ് പെർട്ടിക്കുലർ സ്ലം ഏരിയ. ആൻഡ് വേറെ സ്ലം ഏരിയാസ് നമ്മളങ്ങനെ ആരും അധികം കാണാൻ ഇടവന്നിട്ടുണ്ടാവില്ല. എന്നാലും there are many slum areas in our country also, but the main that we talk about is the Dharavi slum. Okay, now before the poem begins, നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഹാവ് യു എവർ വിസിറ്റഡ് ഓർ സീൻ എൻ എലിമെൻ്ററി സ്കൂൾ ഇൻ എ സ്ലം? വാട്ട് ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്? ഐ ഡോണ്ട് തിങ്ക് നമ്മൾ പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് സ്ലം സ്കൂൾസിൽ. പക്ഷേ സ്ലം സ്കൂൾസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് വെൽ അഡ്വാൻസ്ഡ് സ്കൂൾ. ഒരു പക്ഷേ ഒന്നോ രണ്ടോ മുറിയുള്ള ഒരു ചെറിയൊരു വീട് പോലത്തെ എന്തെങ്കിലും ഒരു സംഭവത്തിനെ ആയിരിക്കാം നമ്മൾ സ്ലമ്മിലൊക്കെ സ്കൂൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻ ദ ഇയർ 1964, ഓക്കെ, ഐ എം ടോക്കിംഗ് അബൌട്ട് ദാറ്റ് ഇറ. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം, ബട്ട് വി ആർ ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ദ സ്ലം ഏരിയ ഓഫ് 1964. Now the poet begins the poem by saying how the children look like. Definitely slum ഏരിയയിൽ ഉള്ള കുട്ടികൾ are from the poorest families around, so they are definitely going to be very unhealthy, very unhygienic, and they don't appear healthy also. So far from gusty waves, these children's faces like rootless weeds, the hair torn around their pallor, the tall girl with her weighed down head, the paper-seeming boy with rat's eyes, the stunted, unlucky heir of twisted bones reciting a father's gnarled disease, his lesson from his desk. At back of the dim class, one unnoted, sweet and young, his eyes live in a dream of squirrel's game in tree room other than this. ഗസ്റ്റി വേവ്സ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ കടലിൽ കാണുന്ന തിരമാലകളെയാണ്. ആൻഡ് വെനെവർ വി റെഫർ ടു ദ വേവ്സ്, ദേ ആർ ഓൾവേസ് വെരി എനർജറ്റിക് ആൻഡ് വെരി ലൈവ്ലി. സോ അങ്ങനത്തെ ഒരു എനർജിയും ലൈവ്ലിനെസ്സും ഇല്ലാത്ത, അത് ഈ കുഞ്ഞുങ്ങളുടെ അയലോക്കത്ത് പോലും പോയിട്ടില്ലാത്ത രീതിയിലുള്ള കുട്ടികളാണ് ഈ സ്ലം ഏരിയയിൽ ഈ ഒരു പർട്ടിക്കുലർ എലിമെൻ്ററി സ്കൂളിൽ വന്നിരിക്കുന്ന കുട്ടികൾ. ദേ ആർ ലൈക്ക് റൂട്ട്ലെസ് വീഡ്സ്. ഓക്കെ, നമ്മൾ ഗാർഡനിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഇടയ്ക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ കുഞ്ഞു പ്ലാന്റ്സ്, കുഞ്ഞു ചെടികൾ ഇങ്ങനെ വളർന്നു വരും. അത് നമ്മുടെ ഗാർഡനെ അത് മോശമാക്കും, അല്ലെങ്കിൽ അതിൻ്റെ ബ്യൂട്ടീനെ അത് ഡിസ്ട്രോയ് ചെയ്യും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ പറിച്ചു മാറ്റി കളയും. അതേപോലെ തന്നെ ഈ സൊസൈറ്റിക്ക് വേണ്ടാത്ത കുട്ടികളാണ് ഈ ഒരു കുട്ടികൾ എന്നുള്ള രീതിയിലാണ് ഇവിടെ അവരെ റൂട്ട്ലെസ് വീഡ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. And since they come from very poor families, they are not much bothered about how they look, so they have not combed their hair, they don't look smart, they are very pale and unhealthy in appearance. Pallor means pale and unhealthy. Okay, now the poet is talking about the tallest girl in the classroom. The tallest എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ഹൈറ്റ് കൊണ്ട് മാത്രമല്ല, ഷീ മൈറ്റ് ബി ദ എൽഡസ്റ്റ് വൺ ഇൻ ദ ക്ലാസ്. ഓക്കെ, അപ്പം മുതിർന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഷീ മൈറ്റ് ബി ഫോഴ്സ്ഡ് ബൈ ദ പേരൻസ് ടു സ്റ്റോപ്പ് ഹെർ എഡ്യൂക്കേഷൻ. സോ വലിയ കുട്ടിയായി പോയതുകൊണ്ട് ഇനിയും ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഏറ്റെടുക്കണം എന്നൊരു പക്ഷേ പേരൻസ് പറഞ്ഞുകൊണ്ടാവാം ആ കുട്ടി തല കുമ്പിട്ട് എന്തോ സങ്കടത്തിലാണ് ഇരിക്കുന്നത്. ഓക്കെ, നൗ ദ പേപ്പർ സീമിങ് ബോയ് വിത്ത് റാറ്റ്സ് ഐസ്. രണ്ടാമത്തെ ഡിസ്ക്രിപ്ഷൻ തരുന്നത് വളരെ പേപ്പർ പോലെ മെലിഞ്ഞ ഒരു ബോയിനെ പറ്റിയാണ്. ആ ബോയ്, ഹിസ് ഐസ് ആർ ലൈക്ക് റാറ്റ്സ്. റാറ്റ്സിൻ്റെ ഐസ് എപ്പോഴും ഇങ്ങനെ കീപ്സ് ഓൺ സെർച്ചിങ് ഫോർ ഫുഡ് ഹിയർ ആൻഡ് ദെയർ, ഓർ ഇറ്റ് കീപ്സ് ഓൺ സെർച്ചിങ് ഫോർ സംതിങ് ഗുഡ്. സോ അങ്ങനത്തെ ഒരു കണ്ണുള്ള ഒരു വളരെ മെലിഞ്ഞ് വളരെ വീക്കായിട്ടുള്ള ഒരു ബോയിനെയാണ് രണ്ടാമത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദ സ്റ്റണ്ടഡ് അൺലക്കി എയർ ഓഫ് ട്വിസ്റ്റഡ് ബോൺസ് റിസൈറ്റിംഗ് എ ഫാദേഴ്സ് gnarled disease. മൂന്നാമത്തെ ഡിസ്ക്രിപ്ഷൻ ഒരു വയ്യാത്ത കുട്ടീനെ പറ്റിയാണ്. ഈ കുട്ടിക്ക് ഈ വയ്യാഴിക കിട്ടിയേക്കുന്നത് അച്ഛൻ്റെ
ഒരു സൈഡിൽ നിന്നാണ് അച്ഛൻ്റെ ഒരു ഡിസീസ് കുട്ടിയിലോട്ട് പകർന്നിരിക്കുന്നു. ആൻഡ് ആസ് എ റിസൾട്ട് ഹിസ് ബോൺസ് ആർ നോട്ട് developed and he is not able to walk properly or stand properly, and he has a short height. So maybe because of that he is said as stunted, unlucky, heir of twisted bones, reciting a father's gnarled disease. അച്ഛന് പാരമ്പര്യമായിട്ട് അച്ഛൻ കൊടുത്തേക്കുന്ന ഒരു രോഗവുമായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടി. ഹിസ് lesson from his desk, so he is not able to move around, so he sits on his desk and listens to the class. At back of the dim class, one unnoted, sweet and young. ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഏറ്റവും ബാക്കിൽ വളരെ ചെറിയ മേ ബി ദ യങ്ങസ്റ്റ് ഇൻ ദ ക്ലാസ് ഒരു സ്വീറ്റ് ആയിട്ടുള്ള കുട്ടി ഇരിക്കുന്നുണ്ട്. ഹി ഈസ് നോട്ട് ബോതർഡ് അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ ക്ലാസ് ബിക്കോസ് ഹി ഈസ് ലുക്കിംഗ് ഔട്ട് സൈഡ് ത്രൂ ദ വിൻഡോ ആൻഡ് ഹി ഈസ് വാച്ചിങ് എ സ്ക്വിറൽ ഗെയിം. ഹി ഈസ് വാച്ചിങ് ഒരു അണ്ണാരക്കണ്ണനെ നോക്കി അത് കളിക്കുന്നത് നോക്കി ഈ ക്ലാസ്സിൽ നടക്കുന്ന ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ പുറത്ത് നോക്കി അതിൽ സന്തോഷം കണ്ടിരിക്കുന്ന ഒരു ചെറിയ കുട്ടീനെയാണ് നാലാമതായിട്ട് നമ്മുടെ പോയിന്റ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. Okay, I hope the first stanza is clear to you. Before moving on to the second stanza, നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റാൻസയിലെ പോയറ്റിക് ഡിവൈസസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ലൈനിൽ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് വേർഡ്സ് മാത്രം എടുത്താൽ ഫാർ ഫാർ അത് മാത്രം എടുത്താൽ there is the usage of poetic device repetition. Then if we take the first three words together, that is far, far, from. So consonant sound far is coming together in all the three words, so we will name it as the poetic device alliteration. Okay, then like rootless weeds the hair torn around their pallor. അതിനകത്ത് നമ്മുടെ കുട്ടികളെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്തുമായിട്ടാണ്? യൂസ്ലെസ് അല്ലെങ്കിൽ റൂട്ട്ലെസ് വീഡ്സ് ആയിട്ട്, ദ പ്ലാന്റ്സ് വിച്ച് ആർ നോട്ട് റിക്വയർഡ്. അപ്പോൾ അവിടെ ലൈക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലാന്റിനെയും കുട്ടികളെയും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ ദർ ഈസ് ദ യൂസേജ് ഓഫ് സിമിലി. വീണ്ടും ഒരു യൂസേജ് ഉണ്ട് സിമിലിയുടെ, ദാറ്റ് ഈസ് paper seeming boy. That is a boy who looks like a paper, that means he is very thin and lightweight. Okay, so ആ ഒരു കോൺസെപ്റ്റിലും നമുക്കവിടെ സിമിലി യൂസ് ചെയ്തതായിട്ട് പറയാം. പിന്നെ വരുന്നത് റാറ്റ്സ് eyes. Again the boy's eyes are compared with the rat's eyes. പക്ഷേ boy and rats, they both are unlike things. അവിടെ like അല്ലെങ്കിൽ ആസ് യൂസ് ചെയ്തിട്ടില്ല. സോ that is comparison with metaphor. I hope I'm clear. So let's move on to the second stanza. On sour cream walls donations, Shakespeare's head, cloudless at dawn, civilized dawn riding all cities, belled, flowery, Tyrolese valley, open-handed map awarding the world its world. And yet for these children, these windows, not this map, their world, where all their future is painted with a fog, a narrow street sealed in with a lead sky, far, far from rivers, capes and stars of words. So ഫസ്റ്റ് സ്റ്റാൻസയിൽ നമ്മളുടെ കുട്ടികളെയാണ് പോയിട്ട് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. സെക്കൻഡ് സ്റ്റാൻസ എടുത്ത് നോക്കുമ്പോൾ ഏത് ക്ലാസ് അല്ലെങ്കിൽ ഏത് ഒരു റൂമിലാണോ അവരിയ്ക്കുന്നത്, അതായത് ബേസിക്കലി വി കോൾ ഇറ്റ് ആസ് ദെയർ എലിമെൻ്ററി സ്കൂൾ, ആ സ്കൂളിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് തന്നിരിക്കുന്നത്. സോ എന്താണ് പറയണത്? സാർ ക്രീം വാൾസ് എന്ന് വെച്ചാൽ pale color ഉള്ള walls, that means the walls of that particular school or the room in which the students are sitting, that is completely dull and dirty. And on those walls, donations, the people who have, the rich people who have donated certain things for this elementary school, they are hung. വലിയ വലിയ ആൾക്കാർ ഈ സ്കൂളിന് വേണ്ടി കൊടുത്തേക്കുന്ന ഡൊണേഷനായിട്ട് കൊടുത്തേക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആ വാളിൽ ഹാങ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണുള്ളത്? ഷേക്സ്പിയേഴ്സ് ഹെഡ്, അതായത് ഷേക്സ്പിയറിൻ്റെ ഒരു പിക്ചർ, ക്ലൗഡ്ലെസ് എറ്റ് ഡോൺ, സിവിലൈസ്ഡ് ഡോം റൈഡിങ് ഓൾ സിറ്റീസ്, അതായത് നല്ല മോർണിംഗിൻ്റെ ഒരു ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സീനറിയുടെ ഒരു പിക്ചറുണ്ട്. ദെൻ സിവിലൈസ്ഡ് ഡോം റൈഡിങ് ഓൾ സിറ്റീസ്, അതായത് വലിയ വലിയ സിറ്റീസിൻ്റെ പിക്ചേഴ്സ് അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. ദെൻ ബെൽഡ്, ഫ്ലവറി, ടൈറോളീസ് വാലി, അതായത് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്, ബ്യൂട്ടിഫുൾ സീനറി. പിന്നെ ടൈറോളീസ് വാലി എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ ഓസ്ട്രിയ.
and the picture of all these beautiful things have been hung on the wall. Okay, അത് കൂടാണ്ട് ഓപ്പൺ ഹാൻഡഡ് മാപ്പ് അവാർഡിങ് ദ വേൾഡ് ഇറ്റ്സ് വേൾഡ്. ഓപ്പൺ ഹാൻഡഡ് മാപ്പ് എന്ന് വെച്ചാൽ ഒരു വലിയൊരു മാപ്പ്, ഇറ്റ് ഇസ് നോട്ട് ലിമിറ്റഡ് ടു സെർട്ടൺ പ്ലേസ്, ഒരു വലിയൊരു മാപ്പ് അത് ഹാങ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് മാപ്പ് ഈസ് ഷോയിങ് ദ ഹോൾ വേൾഡ് to the people who are sitting in the class. Okay, so open handed map awarding the world its world. വേൾഡ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് തൽക്കാലം അവിടെ ഇരിക്കുന്ന കുട്ടികളെയാണ്. ആൻഡ് യെറ്റ് ഫോർ ദീസ് ചിൽഡ്രൻ ദീസ് വിൻഡോസ് നോട്ട് ദിസ് മാപ്പ് ദെയർ വേൾഡ്. പക്ഷേ ഈ ഹൈഫൈ സാധനങ്ങൾ ആ ഒരു വാളിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചേക്കുന്ന ഓൾ ദ ബ്യൂട്ടിഫുൾ പ്ലേസസ്, അതൊന്നും ഈ കുട്ടികൾക്ക് മനസ്സിലാവില്ല. ബിക്കോസ് ദേ ഹാവ് നെവർ എക്സ്പീരിയൻസ്ഡ് ദോസ് തിങ്സ്. അതൊന്നും അവർ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അവർക്ക് ഇപ്പോഴും അതിലൊക്കെ നോക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം അവരുടെ ആ ഒരു റൂമിലുള്ള വിൻഡോസ് തുറന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ അവരുടെ ആ സ്ലം ഏരിയ, അവിടെയുള്ള സാധനങ്ങൾ, അതാണ് അവരുടെ വേൾഡ്. ഈ മാപ്പ് ഒന്നും അവരെ യാതൊരു രീതിയിലും എഫക്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ദേ ആർ so poor that they know they can never reach to the places which have been hung in the class. Okay, so they know that their future is in the slum. അവരുടെ ഫ്യൂച്ചർ ആ സ്ലമ്മിലാണ്, അല്ലാതെ ഈ തൂക്കിയിട്ടേക്കുന്ന ബ്യൂട്ടിഫുൾ സാധനങ്ങൾ അല്ലെങ്കിൽ ഷേക്സ്പിയറിൻ്റെ ഫോട്ടോ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഷേക്സ്പിയറിൻ്റെ ഡ്രാമാസ് ആൻഡ് ഷേക്സ്പിയറിൻ്റെ പ്ലേസിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന എല്ലാ ഓൾമോസ്റ്റ് ജൂലിയസ് സീസർ ആയാലും ഹാംലെറ്റ് ആയാലും മർച്ചൻ്റ് ഓഫ് വെനീസ് ആയാലും ഇതൊക്കെ വലിയ വലിയ റിച്ച് ആൻഡ് റോയൽ കഥകളാണ്. ഓക്കെ, അപ്പോൾ അതിനകത്തെ കഥകളൊന്നും ഈ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവില്ല. അതാണ് ആ ഷേക്സ്പിയേഴ്സ് ഹെഡ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഡ്രാമാസ് ആൻഡ് പ്ലേസിലെ ആ റോയൽ ലൈഫിനെ പറ്റിയാണ്. സോ ദീസ് ചിൽഡ്രൻ ആർ സോ പുവർ ദാറ്റ് those things are not going to enter their mind. They just can't think about all those things. What they are relating to is their real life, which they can see once they open the window of their classroom. അവർക്ക് കാണാൻ പറ്റും അവരുടെ സ്ലം. അവർക്ക് they are sure that their future is going to be in that particular slum. And what do they see when they open that window? They see the narrow street which is sealed in with a lead sky. Lead sky means an area which is completely polluted. Okay, so they have a very difficult life. The houses which are in the slum, they are situated so close to each other that the lane or the street is very narrow, and again they are very far away from rivers, caves and various literary famous things. They are not aware of all these things. Stars of words and uddeshikkunnu, that refers to the plays, the dramas which have these royal things written in them. So whatever you show them, it's not going to change their future, because ultimately they know that their future is in their slum. Okay, so here also we have the same far from എന്നുള്ളത് വന്നിട്ടുണ്ട്. സോ അവിടെ നമുക്ക് അത് എഡിറ്ററേഷൻ ആയിട്ട് കാണാൻ പറ്റും. Okay, we can also see one more poetic device, and that is personification. In the second line of the second stanza, the phrase civilized dome riding all cities. That means civilized means complicated, dome tall buildings, riding all cities means they are spread over the city. So that sort of a picture is also hung on the wall. So here the dome, that is the tall buildings, are said to be riding. So there we are giving human quality to a non-living thing. So we have the personification also in this particular stanza. Okay, now moving further to the third stanza. Surely Shakespeare is wicked, the map a bad example, with ships and sun and love tempting them to steal for lives that slyly turn in their cramped holes from fog to endless night. On their slag heap these children wear skins peeped through by bones and spectacles of steel, with mended glass like bottle bits on stones. All of their time and space are foggy slum, so block their maps with slums as big as doom. Now in this stanza, നമ്മുടെ പോയിറ്റ് കുറച്ച് അജിറ്റേറ്റഡ് ആണ്, കുറച്ച് ദേഷ്യത്തിലാണ്.
സോ അദ്ദേഹം ചോദിക്കുന്നത് ഷേക്സ്പിയറിൻ്റെ ഫോട്ടോ ഒക്കെ ഇവിടെ തൂക്കിയിട്ടേക്കുന്ന വിഡ്ഢിത്തരമാണ്. വലിയൊരു മാപ്പ് അവിടെ ആ റൂമിലിട്ടേക്കുന്നതും ഒരു ബാഡ് എക്സാമ്പിളാണ്. അതിനകത്തുള്ള ആ മാപ്പിൽ കാണിച്ചേക്കുന്ന ഷിപ്പും പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസും നാച്ചുറൽ ബ്യൂട്ടിയും ഒക്കെ കാണിച്ചേക്കുന്നത് ഒരുപക്ഷെ ആ സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഏത് തെറ്റായ രീതിയിലൂടെയും കാശുണ്ടാക്കണം എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ മോഷണത്തിലൂടെ കാശുണ്ടാക്കണം എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിൽ കൊടുത്താലോ? കാരണം സ്ലം ഏരിയയിലെ കുട്ടികൾക്ക് ആ ഒരു ലോകത്ത് എത്തിപ്പെടണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതിനു വേണ്ടി അവർക്ക് പൈസ ഉണ്ടാക്കണം. ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഫോട്ടോസൊക്കെ ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് അവർ തെറ്റായ ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് മോശപ്പെട്ട സ്വഭാവങ്ങളിൽ ഏർപ്പെട്ട് പൈസയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ അത് അവരുടെ ലൈഫിനെ ബാധിക്കില്ലേ? അതുകൊണ്ട് ഇവിടെ എജിറ്റേറ്റഡ് ആയിട്ട് ചോദിക്കുകയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ കുട്ടികളുടെ ലൈഫുമായിട്ട് ഒരു റിലേറ്റഡ് അല്ലാത്ത ഒരു കാര്യങ്ങളും ആ റൂമിൽ ഇടാൻ പാടില്ല, അവരുടെ ക്ലാസ് റൂമിൽ വെക്കാൻ പാടില്ല. കാരണം അവർ താമസിക്കുന്ന ആ ഒരു സ്ലം ഏരിയ ഇറ്റ്സ് ലൈക്ക് വെരി tight, it's very closely knit. They live in houses which are like holes. അവിടെ ഒന്ന് തിരിഞ്ഞ് കിടക്കണമെങ്കിൽ പോലും സൂക്ഷിച്ച് തിരിഞ്ഞ് കിടക്കാനേ പറ്റുള്ളൂ. അത്രയ്ക്ക് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത്. ബിക്കോസ് their life is like fog and endless night. അവരുടെ ഈ ഒരു ബുദ്ധിമുട്ടിന് ഒരു അവസാനവും ഉണ്ടാവാത്ത രീതിയിലാണ് അവർ ജീവിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്തിന് ഇങ്ങനത്തെ യൂസ്ലെസ് ഫോട്ടോസ് അല്ലെങ്കിൽ യൂസ്ലെസ് സീനറീസൊക്കെ അവർക്ക് ഇട്ട് കൊടുക്കണം, അവരുടെ ഒരു സ്വഭാവം മോശമാക്കാൻ വേണ്ടി എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പോയിട്ട് ചോദിക്കുന്നത്. എന്നിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുവാണ് ഈ കുട്ടികൾ താമസിക്കുന്ന ആ ഒരു സ്ലം ഏരിയ വേർ ദേ ഓൾവേസ് സിറ്റ് ഓൺ ദ ഹീപ്പ് മീൻസ് വേസ്റ്റ് മെറ്റീരിയൽ, ആൻഡ് ദേ don't have anything to wear. Okay, they are almost half naked, and through their skins we can see their bones. അത്രയ്ക്ക് malnutritioned ആണ് ഈ കുട്ടികൾ. അവരുടെ എല്ല് മൊത്തം തള്ളി നിൽക്കുന്നത് നമുക്ക് കാണാം. സ്പെക്സ് യൂസ് ചെയ്യുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഗോഗിൾസ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അവർ എവിടുന്നെങ്കിലും വീണ് കിട്ടിയ പൊട്ടിപ്പൊളിഞ്ഞ സ്പെക്സൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കൂട്ടി യോജിച്ചിട്ടാണ് കണ്ണിൽ വെച്ചേക്കുന്നത്. ആൻഡ് ദേ ലുക്ക് ലൈക്ക് ദ ബോട്ടിൽ ബിറ്റ്സ് ഓൺ സ്റ്റോൺസ്. ഈ നമ്മളുടെ വലിയ വലിയ സിറ്റീസിലൊക്കെ അല്ലെങ്കിൽ വീടിന് മതിൽ കെട്ടുമ്പോൾ അതിൻ്റെ മുകളിൽ കള്ളന്മാർ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റോണിൻ്റെ മുകളിൽ കുറേ ഇങ്ങനെ കുപ്പിച്ചില്ലിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ കുത്തി വയ്ക്കും. അപ്പം അതേപോലെയാണ് അവർ സ്പെക്സ് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു അവരുടെ ആ ഒരു അറ്റയർ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അവർ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത്. ഓൾ ഓഫ് ദിയർ ടൈം ആൻഡ് സ്പേസ് ആ ഫോഗി സ്ലം. അവരുടെ ലൈഫ് മൊത്തം സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു അൺക്ലിയർ ആയിട്ടുള്ള ഫോഗി ആയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള സ്ലമ്മിലാണ്. സോ ബ്ലോട്ട് ദിയർ മാപ്സ് വിത്ത് സ്ലംസ് ആസ് ബിഗ് ആസ് ഡൂം. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ തൂക്കിയിട്ടേക്കുന്ന ആ മാപ്പിൽ അവരുടെ ആ സ്ലമ്മിനെ കൂടി കൊണ്ടുവരൂ. ലെറ്റ് ദം റിലേറ്റ് ദംസെൽവ്സ് ടു ദ മാപ്പ്. അവരെ കൂടി റിക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവട്ടെ. ആ മാപ്പിൽ അവരുടെ ആ സ്ലമ്മിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യൂ. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ അവർക്കും ഒരു ബിലോങ്ങിങ്നെസ് തോന്നുള്ളൂ. ഈ ലോകത്ത് അവർ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്ക് എന്നാൽ മാത്രമേ വരുള്ളൂ. സോ ബ്ലോട്ട് ദിയർ മാപ്സ് വിത്ത് സ്ലംസ് ആസ് ബിഗ് ആസ് ഡൂം, ബിക്കോസ് ലെറ്റ് ദ വേൾഡ് നോ ദാറ്റ് ദെർ ആർ പീപ്പിൾ ഹു ആർ ലിവിങ് ഇൻ സ്ലംസ് വിച്ച് ഈസ് ലൈക്ക് ലിവിങ് ഇൻ ഹെൽ. ഓക്കെ, ലിവിങ് ഇൻ ഡിസാസ്റ്റർ. ഡൂം മീൻസ് ഡിസാസ്റ്റർ. സോ ലെറ്റ് ദം ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദ മാപ്പ് എന്നാണ് നമ്മളുടെ പോയറ്റ് ആഗ്രഹിക്കുന്നത്, പറയുന്നത്. He is agitated, he is angry, and he is expressing his anger in this particular stanza. Poetic devices നോക്കാം. ഷോർലി ഷേക്സ്പിയറിൽ സർ സൗണ്ട്, consonant sound is repeating, so it is the alliteration. Then comes from fog, again the alliteration from fog, and then
bottle bits. Burr sound is repeated, so there also we have the alliteration. And we also have simile, like bottle bits on stones. Okay, അപ്പോൾ അവിടെ like ഉപയോഗിച്ചിട്ട് കമ്പാരിസൺ നടത്തിയിട്ടുണ്ട്. So that has simile also. Okay, now moving on to the last stanza. Unless governor, inspector, visitor, this map becomes their window, and these windows that shut upon their lives like catacombs. Break open till they break the town and show the children to green fields and make their world run azure on gold sands, and let their tongues run naked into books the white and green leaves open. History dares whose language is the sun. Now in this last stanza, the poet is urging, requesting the officials, the high officials, to come and help these children and provide them education. So അദ്ദേഹം പറയുന്നത് ഗവർണേഴ്സ്, ഇൻസ്പെക്ടേഴ്സ് അല്ലെങ്കിൽ വിസിറ്റേഴ്സ്, റിച്ച് വിസിറ്റേഴ്സ് വന്ന് ഈ കുട്ടികളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അവർക്ക് മാപ്പ് എന്ന് പറയുന്ന ആ ഒരു വിൻഡോ, അതായത് മാപ്പിൽ കാണുമ്പോൾ അവർക്ക് ലോകത്തിൻ്റെ റിച്ച്നെസ് കാണാം. ആ ഒരു വിൻഡോയിലൂടെ അവർക്ക് കടന്ന് ലോകം ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഈ ഗവർണേഴ്സും ഇൻസ്പെക്ടേഴ്സും വിസിറ്റേഴ്സും ഒക്കെ വന്ന് അവരെ സഹായിക്കണം. അല്ലെങ്കിൽ ആ ഒരു വിൻഡോ അവർക്ക് വേണ്ടി ക്ലോസ് ആയി തന്നെ കിടക്കും. ആൻഡ് ദേ വിൽ ഹാവ് ടു ലിവ് എ ലൈഫ് ഓഫ് പോവർട്ടി, ആൻഡ് ദേ വിൽ ബി ബറീഡ് ഇൻ ദാറ്റ് സ്ലം ഇറ്റ് സെൽഫ്. കാറ്റകോംബ് എന്ന് പറഞ്ഞ ടൂം എന്നർത്ഥം, ശവക്കല്ലറകൾ. ഓക്കെ, അപ്പോൾ ആ ഒരു വിൻഡോസ് അവർക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ ആ വിൻഡോസ് അവരുടെ നേർക്ക് അടയും. അത് അടയുന്നതോടുകൂടി ഈ കുട്ടികൾ ഈ സ്ലമ്മിൽ തന്നെ കിടന്ന് മരിക്കും. അതുകൊണ്ട് break open till they break the town. This is an urge, a request to the governor, the inspector and the visitors and all other officials to come and just break open that window and take these children out through the window to the vast world of beauty, fresh air, nature, sun, ocean, and to the field of freedom, where these children are free to get their education. അവർ സ്വതന്ത്രമായിട്ട് പ്രകൃതിയുടെ ഭംഗി, ഒരു നല്ല അറ്റ്മോസ്ഫിയർ കിട്ടി, അതിനകത്ത് അവർ പഠിച്ച് വളരട്ടെ. ബുക്കുകൾ സ്വയം വായിക്കാൻ ഒരു തോന്നൽ അവർക്ക് വരട്ടെ. അവർക്കൊരു പ്രതീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർ പഠിച്ച് ആര് കണ്ടു, നാളെ ഈ സ്ലം ഏരിയയിൽ നിന്നും ഒരാൾ ഹിസ്റ്ററിയിൽ അവൻ്റെ പേര് എഴുതിപ്പിക്കില്ലാന്ന്, ഹി മൈറ്റ് ബിക്കം സച്ച് എ ഹ്യൂജ് ഓർ സച്ച് എ ഫേമസ് മാൻ that he might be remembered by others. He will be a part of the history, who knows. So please come forward. I request all the officials to come forward and take these children out in the wide open world, where they can be free, where they can smell fresh air, where they can dream and try to fulfill their goals if they are given proper education. So social barriers ഒക്കെ തകർക്കാനും സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് ഒക്കെ മാറ്റാനും ഉള്ള ഒരു റിക്വസ്റ്റാണ് ഇവിടെ പോയറ്റ് ഈ ലാസ്റ്റ് സ്റ്റാൻസയിൽ നമ്മളോട് പറയുന്നത്. So basically it is specifically referred to governor, inspector and visitor, but it is also referred to us, the people who are reading the poem. So if we can do anything for these underprivileged children, we have to do so that they can come up in their lives എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു പോയറ്റിലൂടെ നമുക്ക് പോയറ്റ് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് പോയറ്റിക് ഡിവൈസായിട്ട് ബ്രേക്കിൽ ആ ബ്രേക്ക് റെപ്പിറ്റീഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈക്ക് കാറ്റകോംസ് ദാറ്റ് ഷട്ട് അപ്പ് ദെയർ ലൈഫ്സ് ലൈക്ക് കാറ്റകോംസ് എന്നുള്ളത് അവിടെ ലൈക്ക് ഉപയോഗിച്ചിട്ട് ഒരു അവരുടെ ലൈഫിനെ നമ്മളുടെ ശവക്കല്ലറയായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സിമിലി ഉപയോഗിച്ചിട്ടുണ്ട്, ലൈക്ക്, ബിക്കോസ് ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ലിങ്ക്ഡ് വിത്ത് ദ വേർഡ് ലൈക്ക്. സോ സിമിലി ഈസ് there, and I hope the message is clear to you, the poem is clear to you. After listening to the
explanation, I would request you to just go through the poem once again so that you can understand it clearly. Okay, so ഇതിനകത്ത് azure, run azure on gold sands എന്ന് പറഞ്ഞിട്ടുണ്ട്. അഷ്യൂറിൻ്റെ മീനിങ് bluish green color, that is the bright blue sky, and ocean, it can refer to anything. Okay, basically fresh air, freedom is what is meant by those words. So I hope the poem is clear. Thank you so much for listening. All those who have not subscribed to my channel, please do subscribe, do comment, like and share to your friends. Thank you so much. See you in another video with another lesson. Bye bye.